ശ്രീ രാജു പി നായർ, എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്തോ ആവട്ടെ, എന്തായാലും നാളെ റിസൾട്ട് വരികയാണല്ലോ. ഈ തരത്തിലൊരു ടെക്ടോണിക് ഷിഫ്റ്റിന് കേരള രാഷ്ട്രീയം വിധേയമാകുന്നുണ്ടോ? BJP ഒരു ഫാക്ടറായി വരുന്നുണ്ടോ? അതോ ഇതൊക്കെ മായയാണോ, മിഥ്യയാണോ? അങ്ങനെ ഒരു ഷിഫ്റ്റിനുള്ള സാധ്യത ഞങ്ങൾ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കാണുന്നില്ല. ഇപ്പോൾ ബംഗാളിലെയും ത്രിപുരയിലെയൊക്കെ കാര്യം പറഞ്ഞ് വേണമെങ്കിൽ ശ്രീ പത്മനാഭന് അതിനെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ അതൊരു പ്രതീക്ഷ വെച്ച് പുലർത്താനൊക്കെ പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ കേരളത്തിൽ അത്തരത്തിലുള്ള രീതിയിലൊരു ഷിഫ്റ്റിനുള്ള സാധ്യത ഉണ്ടോ എന്ന് സംശയം. കാരണം 27% വോട്ട് BJPക്ക് ലഭിക്കുക എന്ന് വെച്ചാൽ ഇൻ നമ്പേഴ്സ് 55 ലക്ഷം വോട്ട് അതാവും എന്നുള്ളതാണ്. കേരളത്തിൽ 1,97,00,000 വോട്ടാണ് പോൾ ചെയ്തത്. അപ്പോൾ ഏകദേശം 55 ലക്ഷം വോട്ടുകൾ എന്നാണ്. ഇപ്പോൾ BJPയുടെ തന്നെ ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത് 4 സീറ്റാണ്. നമ്മൾ ഞങ്ങളുടെ ആരുടെയും ഇതല്ല പറയുന്നത്, BJPയുടെ കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്ന സീറ്റ് 4 സീറ്റാണ്. അങ്ങനെ ഒരു 4 സീറ്റിൽ നമ്മളൊരു 3.5 ലക്ഷം വെച്ച് വോട്ട് കൊടുത്താൽ പോലും 13.5 ലക്ഷം വോട്ടേ വരുന്നുള്ളൂ. 15 ലക്ഷം കൊടുത്താലും പിന്നെ 40 ലക്ഷം വോട്ട് കിടപ്പുണ്ട്. അങ്ങനെ 40 ലക്ഷം വോട്ട് 16 ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് ഒരു ശരാശരി വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ 2.5 ലക്ഷം വോട്ട് ഈ പറയുന്ന 16 ലോക്സഭയിലും ലഭിക്കണം. അതല്ലെങ്കിൽ മറ്റ് സീറ്റുകൾ ജയിക്കുന്ന സാധ്യത ഉണ്ടാവണം. അപ്പോൾ 16 സീറ്റിലും BJP 2ാം സ്ഥാനത്ത് എത്തുന്ന സാഹചര്യം ഇന്നത്തെ രാഷ്ട്രീയത്തിൽ, കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇല്ല എന്ന് തന്നെയാണ്. പക്ഷേ BJPക്ക് കഴിഞ്ഞതിൽ നിന്ന് കിട്ടുന്ന കൂടുതൽ വോട്ടുകൾ കിട്ടുന്നുണ്ടെങ്കിൽ, എത്ര വോട്ട് കൂടുതൽ കിട്ടിയാലും നമ്മൾ EP ജയരാജനെയും പ്രകാശ് ജാവ്ദേക്കറിനെയൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകും. എത്രമാത്രം അങ്ങനത്തെ ഒരു രാഷ്ട്രീയ സമവാക്യം ഉണ്ടാക്കാൻ CPM നടത്തിയ ശ്രമം, അതിൻ്റെ ഇപ്പോൾ പറഞ്ഞ ബംഗാളും ത്രിപുരയൊക്കെ പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഇതാണ്. CPMൻ്റെ കാഡർ മുഴുവൻ BJPയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. അങ്ങനൊരു സാഹചര്യം കേരളത്തിലേക്ക് വന്നോ? അതിന് നേതൃത്വം ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും CPMൻ്റെ താഴത്തുള്ള അണികൾ അതിന് തയ്യാറായിരുന്നില്ല എന്ന് തൃശ്ശൂർ നമുക്ക് സൂചനകളുണ്ട്. അപ്പം നേതൃത്വം അവരുടെ തെറ്റുകൾ മറച്ചുവെക്കാൻ വേണ്ടി BJPയുമായിട്ട് ധാരണ ഉണ്ടാക്കിയെങ്കിൽ പോലും അത് അംഗീകരിക്കാൻ കഴിയാത്ത കേഡറുകൾ താഴെ ഉണ്ടായിരുന്നു എന്നുള്ള ഞങ്ങളുടെ വിശ്വാസമുണ്ട്. ആ വിശ്വാസം നിലനിൽക്കുന്നിടത്തോളം കാലം 15% നിന്ന് മുകളിലേക്ക് പോകാൻ BJPക്ക് യാതൊരു സാധ്യതയില്ല. കാരണം കോൺഗ്രസിന്റെ വോട്ടുകൾ ഇൻടാക്റ്റ് ആണ്. 41% ഇപ്പോൾ ഇതിൽ എക്സിറ്റ് പോളുകളിൽ പറയുന്നു. എക്സിറ്റ് പോളുകളിൽ ഞങ്ങൾ ആരും മുഖവിലേക്ക് എടുത്തുകൊണ്ടല്ല, പക്ഷെ അതിന്റെ ആധാരത്തിൽ നടക്കുന്നൊരു ചർച്ച എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ കോൺഗ്രസിന്റെ വോട്ടിൽ യാതൊരു ഷിഫ്റ്റും ഇല്ല. മറിച്ച് CPMന് 20%ത്തിലേക്ക് താഴുകയും 27%ത്തിലേക്ക് BJPയും വരിക എന്ന് പറഞ്ഞാൽ അത് CPM ഒട്ടേറെ മറുപടി പറയേണ്ടി വരും. സമീപകാല രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന വിവാദങ്ങൾക്കെല്ലാം അതിന് അർത്ഥമുണ്ടായിരുന്നോ എന്ന് നമ്മൾ സംശയിക്കേണ്ട സാഹചര്യം ഉണ്ടാവും. പക്ഷേ 1% പോലും അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കാനാണ് ഞങ്ങൾക്ക് താല്പര്യം. തീർച്ചയായും എന്തായാലും നമുക്ക് നാളെ രാത്രിയിൽ അതിന്റെ കൃത്യമായ വിവരങ്ങൾ പറയാം എന്ന് തോന്നുന്നു.